ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരക്ഷരം എഴുതി കണ്ണാടിയിൽ വെച്ചാൽ അവിടത്തേക്ക് അതെവിടെ വെച്ചാലും അവിടേക്ക് സമ്പത്തും ഐശ്വര്യവും വളരെ വലിയ രീതിയിൽ ഒഴുകുമെന്നുള്ളതാണ്. അതായത് വളരെ സമ്പത്ത് കൊണ്ട് അവിടം വന്നു നിറയും എന്നുള്ളതാണ്. വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരുമെന്നാണ്. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ആ കണ്ണാടിയിൽ എഴുതി വയ്ക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇത് വണ്ടിയെ ചെയ്യാം, വീട്ടിൽ ചെയ്യാം, പണപ്പെട്ടി ചെയ്യാം, വിളക്ക് വെക്കുന്നിടത്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു തവണ ഒരു ദിവസം വെച്ചുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല. ഇത് നിങ്ങളവിടെ ഇങ്ങനെ ആവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത്. അത് വിശ്വാസത്തോടു കൂടി ചെയ്യാം. ഏത് അക്ഷരം എഴുതേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയുള്ള ചെറിയൊരു കണ്ണാടി മേടിക്കുക, വാൽക്കണ്ണാടി. ഇത് വലിയ വിലയൊന്നും ആകുന്നതല്ല. കൂടിപ്പോയാൽ 50 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ ആകത്തുള്ളൂ. അത്രയും തന്നെ മേടിച്ചാൽ മതി, പൈസ വെറുതെ കളയരുത്. ഇത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കടകളിൽ കാണും. ഞാനിത് മേടിച്ച അമ്പലപ്പുഴയിൽ നിന്നാണ്. അവിടെ നമ്മൾ നോക്കിയാൽ മതി, ചെറിയ ഇതുപോലുള്ള വാൽക്കണ്ണാടി കാണും. ഈ വാൽക്കണ്ണാടി എന്തിന് തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഈ വാൽക്കണ്ണാടി തിരഞ്ഞെടുക്കുന്നത്. ഈ ഭംഗി നമ്മളുടെ മനസ്സിനെ ഒരു കൗതുകമുണർത്തും. അതുകൊണ്ടുകൂടിയാണ് വാൽക്കണ്ണാടി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിന് വലിയ പൈസ ആകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് മുഖം നോക്കുന്ന കണ്ണാടിയാണ്, മെക്കുറിയുള്ള കണ്ണാടിയാണ്. 100 രൂപ, 50 രൂപ, 150 രൂപ അതിൽ കൂടുതൽ വരത്തില്ല. നിങ്ങൾ വലിയ പൈസ മുടക്കിയൊന്നും ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് മുരുകൻ്റെ ഒരു വേലിനെക്കുറിച്ച് പറഞ്ഞു. അതിനൊക്കെ 100 രൂപ, 150 രൂപയൊക്കെ ആകത്തുള്ളൂ. അത് വലിയ പൈസ മുടക്കിയൊന്നും ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു വാൽക്കണ്ണാടി മേടിക്കുക. വാൽക്കണ്ണാടി മേടിച്ചിട്ട് ഇതേ ഒരു അക്ഷരം എഴുതണം. അത് ഏത് അക്ഷരമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. എവിടെയൊക്കെ വാഹനത്തിൽ വെക്കാം, വീട്ടിൽ വെക്കാം, വിളക്കിൻ്റെ മുന്നിൽ വെക്കാം, പണപ്പെട്ടി വെക്കാം, പണം ഇരിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം, എവിടെ വേണേലും വയ്ക്കാം. ഇത് വളരെ അത്ഭുതകരമായ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഏതൊരാൾക്കും ഫലമുണ്ടാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഞാൻ ഇന്നിപ്പം ഒരാൾ എന്നെ കണ്ടൊരു സംശയം ചോദിച്ചോണ്ടാണ് പറയുന്നത്. അതായത് ഞാൻ എല്ലാ ദിവസവും മിക്കവാറും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ നോട്ടിഫിക്കേഷൻ വരത്തില്ല. അത് നമുക്ക് വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ പേര് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്താൽ മതി. PREGSH പ്രജീഷ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ കയറാൻ പറ്റും. ചാനൽ കയറിയാൽ രാത്രി 8:30-ക്കുള്ളിൽ വീഡിയോ ഇടും. മിക്കവാറും എല്ലാ ദിവസവും ഇടും. ആവശ്യമുള്ളവർക്ക് കാണാം. കാരണം ഇപ്പോൾ ഒരാൾ വഴി വെച്ച് എന്നെ കണ്ടപ്പോൾ പുള്ളി നേരത്തെ സ്ഥിരം വീഡിയോ കാണുന്ന ആളായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞു ഇപ്പം വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്നും ഇടുന്നുണ്ട്, പക്ഷേ പുള്ളിക്ക് ഇതുപോലെ അറിയത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ അറിയാത്ത ഒരുപാട് ആളുകൾ കാണുമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും, ചെയ്യുന്ന രീതി. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും സ്വയം വീട്ടിൽ ചൊല്ലാവുന്ന പ്രാർത്ഥനകളും, പിന്നെ അതോടൊപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്തുകൊണ്ടൊന്നും ഒരു ദിവസം ചെയ്തുകൊണ്ട് ജീവിതം മാറണമെന്നില്ല. അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കണം. അവിടെ ഒരു കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം. ഇത് ഇത്രയൊക്കെ മനസ്സിലാക്കി ചെയ്യാവുന്നവർ ചെയ്താൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെയുള്ളവർ വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. വാട്സപ്പിൽ ഫ്രീ ആവുന്നതനുസരിച്ചായിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യും. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഓരോ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ പറയുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞുതരാം വിശദമായിട്ട്. ഇതുപോലൊരു വാൽക്കണ്ണാടി മേടിക്കുക. ചെറുതായോ അത്. ഇത് ക്ലീം എന്നാണ് എഴുതേണ്ടത്, മന്ത്രം. ക്ലീം ഒറ്റ ബീജം എഴുതിയാൽ മതി. ക്ലീം. ഇത് സ്കെച്ച് പേന കൊണ്ട് എഴുതുക. സ്കെച്ച് പേന എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്കെച്ച് പേന മേടിക്കണം. ഇത് അല്പം വലിപ്പമുള്ള സ്കെച്ച് പേനയാണ്, തീരെ ചെറുതല്ല. അത് ഏത് മഷി ആയിക്കോട്ടെ, അതായത് ക്ലീം എന്ന് എഴുതുക. എന്നിട്ട് ഈ കണ്ണാടി നിങ്ങൾ വെക്കേണ്ട സ്ഥലമുണ്ട്. കുറേ സ്ഥലങ്ങളിൽ വെക്കാം. അതായത് മണ്ണിൽ ക്ലേയിൽ തീർത്ത കൃഷ്ണവിഗ്രഹം, കൃഷ്ണൻ്റെ പ്രതിമ മേടിക്കാൻ പറ്റുന്നവർ മേടിക്കുക. അല്ലെങ്കിൽ പശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ താഴെ വെച്ചാലും മതി. ഫോട്ടോയോട് ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ മണ്ണിൽ തീർത്ത
ക്ലേ തീർത്ത സാധാരണ ഒരു റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വിഗ്രഹം വാങ്ങുക കൃഷ്ണൻ്റെ. അത് കൂടുതലും നീല നിറമായിരിക്കണം. അതിൽ ആഭരണങ്ങളും ഇപ്പം കയ്യിലെ കാലിലേക്ക് ആഭരണങ്ങൾ മാത്രം മഞ്ഞ നിറമായിക്കോട്ടെ, ബാക്കി കൂടുതലും നീലയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഒരു കൃഷ്ണ വിഗ്രഹം മേടിച്ചിട്ട് ആ കൃഷ്ണ വിഗ്രഹത്തിൻ്റെ പാദത്തോട് ചേർന്ന് ഈ വാൽക്കണ്ണാടി വെക്കുക. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊരു കൃഷ്ണൻ്റെ മണ്ണിൽ തീർത്ത ക്ലേ, അതായത് ചെമ്പ് വിഗ്രഹമൊന്നും പാടില്ല, മണ്ണിൽ തീർത്ത ഒരു ക്ലേ കൊണ്ടുള്ള ഒരു വിഗ്രഹമാണ്. ഇതിൻ്റെ പാദത്തെ കണ്ടു ഞാൻ ഈ ചെറിയൊരു കണ്ണാടിയാണ്, വാൽക്കണ്ണാടി. ഇത് വലിയ വിലയുള്ളതൊന്നുമല്ല, 100, 50, 150 ഒക്കെ ആകത്തുള്ളൂ. ഇത് ക്ലെയിമെന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, സ്കെച്ച് പേന കൊണ്ട് എഴുതിയിരിക്കുകയത്. ഇങ്ങനെ ഭഗവാന്റെ ആ പാദത്തിൻ്റെ അവിടെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വയ്ക്കാം, നല്ലതാണ് കേട്ടോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഒരു മനസ്സിലാവില്ല, അതിനുവേണ്ടി കാണിച്ചതാണ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ തന്നെ ഈ വാൽക്കണ്ണാടി നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് പുഷ്പങ്ങളൊക്കെ അപ്പോൾ പുഷ്പങ്ങളൊക്കെ വെച്ചു അത് അല്പം ഒതുക്കി ഈ വാൽക്കണ്ണാടി ഇങ്ങനെ കാണത്തക്ക രീതി ചെറിയൊരു വാൽക്കണ്ണാടി ആ പുഷ്പങ്ങൾ വെക്കുന്ന തട്ടേ വെക്കാം. അപ്പോൾ ഈ വാൽക്കണ്ണാടിയുടെ മണ്ടയ്ക്ക് പുഷ്പങ്ങൾ വെക്കരുത്. ഇത് പുഷ്പങ്ങൾ ഇച്ചിരി മാറ്റിയിട്ട് ആ വാൽക്കണ്ണാടി വെക്കണം ഈ പുഷ്പങ്ങൾ വെക്കുന്ന തട്ട വിളക്കിൻ്റെ മുന്നിൽ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കണം, ഇതിൻ്റെ മണ്ടയ്ക്ക് പോകുന്നു വെക്കരുത്. അങ്ങനെ വെക്കുന്നത് നല്ലതാണ് വിളക്ക് കത്തിക്കുന്ന സമയത്ത്. അല്ലാത്തപ്പോൾ ഇത് മാറ്റി വയ്ക്കാം, ഷെൽഫിലോ എവിടെ വേണേലും വയ്ക്കാം. പിന്നെ പണപ്പെട്ടി ഉണ്ടെങ്കിൽ പണപ്പെട്ടിക്കകത്ത് ഇടുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയെ വെക്കുന്നത് നല്ലതാണ്, ഓട്ടം കിട്ടാനും സാമ്പത്തികം വരാനും ഒക്കെ. അതുപോലെ നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് പണപ്പെട്ടി വയ്ക്കുന്നത് നല്ലതാണ്. അവിടെ ഈശ്വരന്മാരുടെ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോയിൽ ഇതുപോലെ ഫോട്ടോയെ ചാരി വെക്കുന്നത് നല്ലതാണ്. വളരെ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും വയ്ക്കാം. അത് ഒരു ദിവസം വെച്ചുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നല്ല, തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അത്ഭുതകരമായ ഒരു വിദ്യയാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. കണ്ണാടി വിദ്യ എന്നാണ് പറയുന്നത്. ഈ കണ്ണാടി വിദ്യ കുറേ ഉണ്ട്, അതായത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ എവിടെ വേണേലും സ്ഥലം നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം ബിസിനസ് സ്ഥലമായിക്കോട്ടെ, വീടായിക്കോട്ടെ, പണപ്പെട്ടി ആയിക്കോട്ടെ, അതുപോലെ അലമാരിയിൽ പണം വെച്ചിട്ട് ആ പണത്തിൻ്റെ കൂടെ ഇത് വെക്കാം. പിന്നെ പച്ച കോട്ടൺ തുണിക്കകത്ത് പച്ച കോട്ടൺ തുണി കൊണ്ട് സഞ്ചി തയ്ച്ച് അതിൻ്റെ അകത്ത് പാസ്ബുക്കും പണമൊക്കെ വെച്ച് അതിൻ്റെ കൂടെ വയ്ക്കാം. അങ്ങനെ എവിടെ വേണമെങ്കിലും ഇത് വയ്ക്കാം. അലമാരി പണമുണ്ട്, പണത്തിൻ്റെ കൂടെ വയ്ക്കാം. എന്തായാലും ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ്. ഇതിങ്ങനെ വെച്ചാൽ മതി, നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ മാറ്റങ്ങൾ വരും. ഇതുകൊണ്ട് കുറേ പ്രയോജനങ്ങളുണ്ട്. ഇപ്പം ശ്രീം എന്ന ബീജമാണ് സമ്പത്തിൻ്റേതെങ്കിലും ഈ ക്ലെയിമെ പിടിച്ചാൽ സമ്പത്ത് വരും. ഞാനിത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സമ്പത്ത് വരും, വശ്യത ഉണ്ടാകും, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. ഈ ക്ലെയിം എന്ന ബീജം ഇപ്പം കൃഷ്ണ മന്ത്രത്തിനകത്തുണ്ട്, ഭദ്രകാളി മന്ത്രത്തിനകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ രഹസ്യങ്ങളും ഇരിക്കുന്ന ഒരു ബീജമാണ് ക്ലെയിം. ഇത് വശ്യമാണ്, ആകർഷണമാണ്, സമ്പത്തും ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. അത്ഭുതകരമായ ഒരു ബീജമാണ് ഈ ക്ലെയിം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇതിൻ്റെ ശക്തി ക്ലെയിമെന്ന് എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും എഴുതി വെക്കണ്ട. ഇനി ഞാനൊരു മന്ത്രവും കൂടെ പറയുന്നുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെല്ലിയാൽ നല്ലതാണ്. അത് ദിവസവും രാവിലെ 3 തവണ ചൊല്ലുക. ഈ കൃഷ്ണൻ്റെ ഫോട്ടോയുടെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുന്നേ എന്ന് ചൊല്ലണം. ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധി മേ ദേഹി ദദാപയ ക്ലീം ഹ്രീം നമ. ഇതാണ് മന്ത്രം. ഇവിടെ സർവസമൃദ്ധി എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ധനസമൃദ്ധി എന്ന് പറഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക. ഞാൻ ഏതായാലും സർവസമൃദ്ധി എന്ന് പറയുന്ന ആ ഭാഗത്ത് സർവസമൃദ്ധി എന്ന് ജപിക്കുന്നതിന് പകരം ധനസമൃദ്ധി എന്ന് ജപിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഈ മന്ത്രം ഒരു അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ്. കാരണം ഈ മന്ത്രത്തിനകത്ത് ഹ്രീം എന്ന ശക്തിബീജം അല്ലെങ്കിൽ ഭുവനേശ്വരി ബീജം കഴിഞ്ഞാണ് ഈ ക്ലെയിം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമോ ഭഗവതേ വാസുദേവായ എന്ന അത്ഭുതകരമായ ഉച്ചാരണം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മന്ത്രം അവസാനിക്കുമ്പോൾ ക്ലെയിം കഴിഞ്ഞ് വീണ്ടും ഹ്രീം എന്ന ശക്തിബീജം വരുന്നു.
അതുകൊണ്ട് ഇത് അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. 3 തവണ ജപിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഈ കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കാം. ഈ കണ്ണാടി വിളക്കിൻ്റെ അവിടെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കാം. പിന്നെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ ചെമ്പ് കൊണ്ടുള്ള ലോഹം കൊണ്ടുള്ള വിഗ്രഹം പാടില്ല, ക്ലേ തീർത്ത വിഗ്രഹം പാടുള്ളൂ കേട്ടോ. അതിൻ്റെ ചോട്ടി വെച്ചിട്ട് ജപിക്കാം. അല്ലെങ്കിൽ ഇനി ഭഗവാന്റെ നിങ്ങളുടെ ഫോട്ടോയാണ്, ഇപ്പം പശുവിൻ്റെ കൂടെ എനിക്ക് നിൽക്കുന്നൊരു ഫോട്ടോയാണ്, അതിൻ്റെ ചോട്ടിലാണ് വെക്കുന്നെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങളുടെ പണപ്പെട്ടിയിലാണ്, പണപ്പെട്ടിയുടെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വാഹനത്തിലാണ് വെച്ചിരിക്കുന്നെങ്കിൽ അത് വെച്ചിട്ട് ആ വാഹനത്തിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ തൊഴിൽ ആരംഭിക്കുക. ഇങ്ങനെ പിന്നെ ഈ മന്ത്രം നിങ്ങൾ സാധിക്കുമെങ്കിൽ ഞായറാഴ്ച, ബുധനാഴ്ച, പൗർണമി ദിവസം, നിങ്ങളുടെ പക്കനാളിൻ്റെ അന്ന്, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി, വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി, ഇത്രയും ദിവസങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ദിവസങ്ങളാണേലും മതി. വ്യാഴാഴ്ചയല്ല, ഇവിടെ ബുധനാഴ്ചയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി അല്പം അവൽ കടയിൽ നിന്ന് മേടിച്ച് പാക്കറ്റിനകത്താണേലും മതി, തൂശനിലെ വെച്ച് ഭഗവാൻ നടക്കി വയ്ക്കുക. ഈ മന്ത്രം ജപിച്ച് വയ്ക്കുക 3 തവണ. ഭഗവാനെ എനിക്ക് സമൃദ്ധി നൽകണേ. അപ്പോൾ ധനസമൃദ്ധി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പറയാമല്ലോ, സർവ്വസമൃദ്ധി എന്നുള്ള ആ വാക്ക് മാറ്റിയിട്ട് ധനസമൃദ്ധി എന്ന് പറയാം മന്ത്രത്തിനകത്ത്. അതായത് ഞാൻ വേണേൽ ഒന്ന് ചൊല്ലി കേൾപ്പിക്കാം ഒന്നുകൂടെ. ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ ധനസമൃദ്ധിം മേ ദേഹി ദദാപയ ക്ലീം ഹ്രീം നമ. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അതിലൂടെ നിങ്ങൾ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചിട്ട് അവൽ സമർപ്പിക്കാം. 3 തവണ ജപിച്ചിട്ട് അവൽ സമർപ്പിക്കാം. വാ കൊണ്ടോ മനസ്സിലോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാ കൊണ്ട് ജപിക്കുകയാണെങ്കിൽ നമുക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിച്ചാൽ മതി. ഒരുപാട് ശബ്ദത്തിൽ ജപിക്കരുത്. ഉപ്പാംശുവായിട്ട് ജപിക്കുക, വളരെ ചെറിയ ശബ്ദത്തിൽ ജപിക്കുക, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ. ഇനി മനസ്സിൽ ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. 3 തവണ ജപിച്ചിട്ട് വയ്ക്കുക. ഭഗവാനെ എനിക്ക് സമൃദ്ധി നൽകണമെന്ന്. ഏതൊക്കെ ദിവസങ്ങളാണ്? ഞായർ, ബുധൻ, പൗർണമി, വെളുത്തവാവ് അറിയാമല്ലോ. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി, വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി, പിന്നെ നിങ്ങളുടെ പക്കനാൾ, ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം. ഇതിപ്പോൾ എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് വയ്ക്കാൻ സാധിച്ചില്ലേ പോലും പറ്റുന്ന ദിവസങ്ങൾ വയ്ക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക മതി. ഭഗവാൻ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും. അത്ഭുതകരമായൊരു മന്ത്രമാണ്, ആശ്ചര്യകരമായൊരു മന്ത്രമാണ്. ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രത്തിന് അതും ക്ലെയിമുണ്ട്. ഈ ക്ലെയിമിന് ഒരുപാട് ശക്തിയുണ്ട് കേട്ടോ. അതുമല്ല, ഇങ്ങനെ ക്ലെയിം എന്നുള്ള ഇത് എഴുതിയ ഒരു വാൽക്കണ്ണാടി നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കലഹങ്ങൾ മാറാനും സമ്പത്തുണ്ടാകാനും എല്ലാത്തിനും ഉപകരിക്കും കേട്ടോ. ക്ലെയിമിന് ഒരുപാട് ശക്തിയുണ്ട്. മാത്രമല്ല ഇത് ജ്ഞാനം നൽകുന്നതാണ്, അറിവ് നൽകുന്നതാണ്. അതോടൊപ്പം ഈശ്വരീയമായ ഒരുപാട് നല്ല ഗുണങ്ങൾ നൽകുന്നതാണ്. എന്ന് വെച്ചാൽ ഈശ്വരീയമായ ഗുണങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. വശ്യം, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, വിജയം ഇതൊക്കെ നൽകുന്നതാണ്. ഈ ക്ലെയിം എന്ന ബീജത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സമീപത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ കൂടുതൽ ശക്തി ഉണ്ടാകുകയാണെങ്കിൽ, ശക്തിപ്പെടുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിന് സമീപം വസിക്കുന്നവരെല്ലാം രക്ഷപ്പെടും. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ക്ഷേത്രം ശക്തിപ്പെടാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, പല ചെറിയ ക്ഷേത്രങ്ങളിലും ആളുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അവിടെ ശരിയായ രീതിയിലുള്ള പൂജാ സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം. ആദ്യമൊക്കെ ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരത്തില്ല, എങ്കിലും പറ്റുന്ന പോലെ ഏർപ്പാട് ചെയ്യുക. ചിലപ്പോൾ ദിവസം പൂജ ഇല്ലാത്തതുകൊണ്ട്, ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പൂജയുള്ളതുകൊണ്ട് അതൊക്കെ ഉയർന്നു വരും. ഇനി ദിവസം പൂജ പറ്റുവാണെങ്കിൽ അത് ഏർപ്പാട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അവിടെ ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ഇഷ്ട ദിവസങ്ങളിൽ അന്നദാനം നടത്തുക. വലിയ ലക്ഷങ്ങളിൽ അന്നദാനം നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഓരോരുത്തരായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു 10 ആൾക്കോ 5 ആൾക്കോ എത്ര ആയിക്കോട്ടെ, ഒരു 10-5 ആൾക്കോ അന്നദാനം ഏർപ്പാട് ചെയ്യുക. അങ്ങനെ ഓരോ മാസവും, കൃഷ്ണനാണ് വ്യാഴാഴ്ച, മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച ചെയ്യുക. പിന്നെ ശിവനാണെങ്കിൽ മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ച ചെയ്യുക. അയ്യപ്പനാണെങ്കിൽ മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ച ചെയ്യുക. മുരുകനാണെങ്കിൽ മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യുക. ദേവിയാണെങ്കിൽ മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ചെയ്യുക. ഇങ്ങനെ ആ ദേവതയുടെ ഇഷ്ടപ്പെട്ട ദിവസത്തിൽ മാസത്തിൽ 1 വീതം ഇതുപോലെ അന്നദാനത്തിനുള്ള ഏർപ്പാട് ചെയ്യുക.
ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്ത ആളുകളുണ്ട് കേട്ടോ. ആ ക്ഷേത്രങ്ങളൊക്കെ നല്ല നിലയിൽ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ ഈ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 അന്നദാനം തന്നെ ഒരാൾ തന്നെ ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. പക്ഷേ അവർക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇഷ്ടംപോലെ ബുക്കിംഗാന്ന് പറഞ്ഞു അന്നദാനത്തിന്. അതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞ കാര്യമാണ്, പഴയ വീഡിയോയിലുണ്ട്. അപ്പം ആ ക്ഷേത്രം ഉയർന്നു വരും. കാരണം എന്നാണെന്നറിയോ? അന്നദാനം എന്ന് വെച്ചാൽ ബ്രഹ്മമാണ്. അതിനോളം വലിയ ദാനമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അന്നദാനത്തേക്കാൾ വലിയ ദാനമില്ല. അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മം. അന്നം ബ്രഹ്മമാണ്. കാരണം നമ്മളുടെ നമ്മുടെ ശരീരത്തിൽ പ്രാണനുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഈ പ്രാണൻ വരുന്ന കുറേ വഴികളുണ്ട്. ഏതൊക്കെയാ അറിയോ? വെള്ളത്തിൽ നിന്ന് കിട്ടും, ആഹാരത്തിൽ നിന്ന് കിട്ടും, ശ്വാസത്തിൽ നിന്ന് കിട്ടും. നമ്മളങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് പ്രാണൻ ശരീരം സ്വീകരിക്കും, അല്ലേ? അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ആവർത്തിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ പ്രാണൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം ഭക്ഷണമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഭക്ഷണവും വെള്ളവും. അപ്പോൾ ഈ ഭക്ഷണവും അന്നവും എന്നുള്ള ബ്രഹ്മമാണ്. നമ്മൾ അതിൽ നിന്ന് പ്രാണൻ വളരെ ശരീരം സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നെൽമണി, നമ്മൾ നെൽമണിക്ക് ആ അരിയുടെ ചുറ്റും ഒരു കവറിങ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നെല്ലെന്ന് പറയുന്നത്. ഈ കവറിങ് എന്തിനാണ് കൊടുത്തിരിക്കുന്നറിയോ? ആ ഒരു ധാന്യം മാസങ്ങളായാലും കേടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. കാരണം അത് അന്നമാണ്. അപ്പം പ്രകൃതി പോലും ആ അന്നത്തിൻ്റെ കാര്യത്തിൽ ഒരു കരുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നദാനം ഏറ്റവും വലിയ ദാനമാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ അന്നദാനം ക്ഷേത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷേത്രം രക്ഷപ്പെടും. എത്ര ക്ഷയിച്ചു കിടക്കുന്ന ക്ഷേത്രമാണേലും അന്നദാനം, പൂജയും വേണം, അന്നദാനവും വേണം. ഈ 2 കാര്യമുണ്ട് ആ ക്ഷേത്രം. ഇപ്പം ഒരു ദിവസം കൊണ്ട് രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. ആദ്യമൊക്കെ നമ്മൾ കൈ നീട്ടി ചെയ്യണം, പിന്നെ ബുക്കിംഗ് വന്നോളൂ, ആ ക്ഷേത്രം രക്ഷപ്പെട്ടിരിക്കും. മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇത്ര ശക്തി വരാനുള്ള ഒരു കാര്യം അവിടുത്തെ പൂജ, അവിടുത്തെ ചൈതന്യത്തിൻ്റെ ശക്തി ഒക്കെ ഉണ്ട്. മറ്റൊരു കാര്യം വെച്ചാൽ അവിടെ മഹാക്ഷേത്രങ്ങളിലെല്ലാം അന്നദാനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗുരുവായൂർ എന്നാലും അതുപോലെ മണ്ണാറശാല, നമ്മൾ പല ക്ഷേത്രങ്ങളിൽ ചെന്നാലും അവിടെയൊക്കെ അന്നദാനമുണ്ട്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് വെച്ചാൽ ഈ അന്നദാനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം ആ ചൈതന്യത്തിനാണ് കിട്ടുന്നത്. ആ ദേവനല്ലേ ദേവിക്കാണ് കിട്ടുന്നത്. അപ്പോൾ തന്നെ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ആ ചൈതന്യം, ആ പുണ്യം വർദ്ധിക്കും. അപ്പോൾ അവിടെ തൊഴാൻ ചെല്ലുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ്. അത് ചെയ്യുന്നവർക്കും അനുഗ്രഹം കിട്ടും, അവിടെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്കും അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ്. വളരെ വളരെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം വളരെ വികസിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ക്ഷേത്രം രക്ഷപ്പെടുമ്പോൾ, ഒരു ക്ഷേത്രത്തിന് ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ നാടിന് മുഴുവൻ ഉയർച്ച ഉണ്ടാകും. ഞാനീ പറയുന്നത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തൊരു ധന്വന്തരി മൂർത്തി ക്ഷേത്രമുണ്ട്. അത് തകർന്ന് അടിഞ്ഞു കിടന്ന ഒരു ക്ഷേത്രമാണ്. അത് ഇവിടെ ദിവസം ഇപ്പോഴും പൂജയില്ല, വ്യാഴം ഞായർ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അവിടെ ഇടയ്ക്കൊക്കെ ഈ ചിലപ്പോഴൊക്കെ അന്നദാനം നടത്താറുണ്ട്. എന്ന് വെച്ചാൽ പുഴുക്ക്, കഞ്ഞി, ഇതൊക്കെ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഗുണം ആ ക്ഷേത്രത്തിനും അവിടെ തൊഴുന്നവർക്കും ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ആ ക്ഷേത്രത്തിൽ വരുന്ന പലരുടെയും മക്കളൊക്കെ നല്ല നിലയിൽ രക്ഷപ്പെട്ടു. വളരെ സമ്പത്ത്, ഭൂമി ഇതൊക്കെ ഉണ്ടായി. അവരെല്ലാം അതിനോട് ബന്ധപ്പെട്ടവരെല്ലാം രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനീ പറയുന്ന അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, അല്ലാതെ പറയുന്നതല്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തന്നത്. അതോടൊപ്പം നമുക്ക് ഉയർച്ച ഉണ്ടാകും. ഇത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ സാധിക്കുമ്പോഴൊക്കെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കണം. ആഴ്ചകളിൽ നമ്മൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. മാസത്തിൽ ഒന്ന് ദൂരെയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. അത് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഏതൊരു കാര്യം സാധിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന് വെച്ചാൽ സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ ആ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ വളരെ നന്നായിരിക്കും. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം എവിടെ വെച്ചാണെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂര്യോദയത്തിന് മുമ്പോ പിമ്പോ ഇനിയും പറയുന്ന കാര്യം ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ഒരു യാത്ര പുറപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പുറപ്പെടുന്നെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് പുറപ്പെടുന്നത് വളരെ നന്നായിരിക്കും. ഇനി സൂര്യോദയത്തിന് മുമ്പോ പിമ്പോ എപ്പോഴാണേലും നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ
ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം, എപ്പം വേണമെങ്കിലും ചെയ്യാം. ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, എന്ന് വെച്ചാൽ വലതുമൂക്കൊന്നും അടച്ചു പിടിക്കേണ്ട, ഇടതുമൂക്കും അടച്ചു പിടിക്കേണ്ട, രണ്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാം. ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ എന്ന മന്ത്രം മനസ്സിൽ ജപിക്കുക. എന്നിട്ട് ഏത് കാര്യമാണ് ആ കാര്യം സാധിച്ചു തരണേ ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ എന്ന് പറയുക. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണോ പ്രവേശിക്കേണ്ടത് അങ്ങോട്ട് നമ്മൾ ഇടതുകാല് തന്നെ വെച്ച് പ്രവേശിക്കുക. ഈ വിദ്യ ചെയ്തിട്ട് നമ്മൾ ഒരടി നടന്നിട്ട് 1-2 അടി നടക്കുമല്ലോ, പിന്നെ ഇടതുകാല് വെച്ച് തന്നെ കയറുക. ഒരു നിവർത്തി കൊണ്ട് ഭഗവാൻ അത് സാധിച്ചു തരും. പിന്നെ വിശ്വസിക്കണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ അനുഭവത്തിലുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സത്യത്തിൻ്റെ വഴി മാത്രം ഫോളോ ചെയ്യുക, നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. പെട്ടെന്ന് പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൂത്രത്തിലൂടെ പണം ഉണ്ടാക്കാനോ അത്തരം വഴികളിലൊന്നും പോകരുത്. അതൊക്കെ തെറ്റായ വഴികളിൽ പോയവരല്ല അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും സത്യത്തിൻ്റെ വഴിയെ പോവുക. അല്പം താമസിച്ചാണേലും സാമ്പത്തിക ഐശ്വര്യ ഉയർച്ചയൊക്കെ ഉണ്ടായാലും അത് എന്നും നിലനിൽക്കുകയും അത് നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നേരായ വഴിയെ സഞ്ചരിക്കുക. നേരായ വഴിയെ സഞ്ചരിക്കുന്നവരുടെ കൂടെ ഈശ്വരനുണ്ട്. പിന്നെ നമ്മൾക്ക് ഈശ്വരൻ തന്ന കഴിവ്, നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ ജോലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ ഈശ്വരനെ വിശ്വസിക്കുക. ഈശ്വരൻ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും നൽകട്ടെ എന്ന് ആ പരമകാരുണ്യവാനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ. ഓം ശിവായ നമഃ. എന്നവശിമാ മവയനശി ശിയനമവ വശിമയന. ശിവായ നമഃ. എന്നവശിമാ മവയനശി ശിയനമവ വശിമയന. ഓം ശിവായ നമഃ. എന്നവശിമാ മവയനശി ശിയനമവ വശിമയന. ഓം ശിവശിവ 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 ശിവശിവ. ഗോവിന്ദ ഗോവിന്ദ. പണം ആഗ്രഹിക്കുന്നവരൊക്കെ ഇടയ്ക്ക് ജപിച്ചോണം. വാഗൊണ്ട് ജപിക്കണം കേട്ടോ, വിളിക്കണം ഗോവിന്ദ ഗോവിന്ദ. ഇത് ഇടയ്ക്കിടയ്ക്ക് ജപിക്കും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, പണം കയ്യിൽ കിട്ടുമ്പോൾ കൊടുക്കുമ്പോൾ, രാവിലെ കുളി കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഗോവിന്ദ ഗോവിന്ദ എന്ന വാഗൊണ്ട് ജപിക്കുന്നത് നല്ലതാണ്. വളരെ സാമ്പത്തികം വന്നു ചേരും, യാതൊരു സംശയം വേണ്ട. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.